മെന്റൽ സ്ട്രെസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സിവിയർ ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഏത് സമയവും കരഞ്ഞുകൊണ്ട് ഒരു മുറിയിൽ തന്നെ അടഞ്ഞുകൂടിയിരുന്ന അതല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ വിൽ ബി എന്തിനിത് ചെയ്യുന്നു എന്നുള്ള ആ ഒരു മെന്റലി ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അത് എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര അതിൻ്റെ പീക്കിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മളിത് സെൽഫ് ഹീലിങ്ങിലൂടെ നമ്മൾ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ടയർസം. കാരണം നമുക്ക് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടാവില്ല മൂഡ് ഔട്ട് ആവുന്നതിന്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാനായിട്ട് തോന്നാത്തൊരവസ്ഥ, നമുക്ക് അത്രയും ക്രേവിങ്, അത്രയും നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചിരുന്ന ഫുഡ് പോലും നമുക്ക് ഇഷ്ടപ്പെടാതെ വരിക. ഇതൊക്കെയാണ് ആ ഒരു സിറ്റുവേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ആരോടും മിണ്ടാൻ തോന്നാത്തൊരവസ്ഥ. നമ്മളെല്ലായിടത്തും പ്രസന്റ് ആണ്, ബട്ട് വി ആർ നോട്ട് ഫിസിക്കലി നമ്മളെല്ലായിടത്തും പ്രസന്റ് ആണ്, ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ബി മെന്റലി പ്രസന്റ് എവറിവെയർ. ആൻഡ് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു തോന്നല്. നമ്മൾ യൂഷ്വൽ റൊട്ടീനായിട്ട് നമ്മളുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ വർക്കിന് പോകുന്നു, രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്കൊന്നും കഴിക്കാനോ ഒന്നും നമുക്ക് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നമ്മളെ കിടത്തിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്ന് എണീറ്റ് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ചാലഞ്ചിങ്. എത്ര പേര് ഇത് സഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും.